ലോകത്തുടനീളം അടുത്ത സമയങ്ങളിൽ വളരെ സജീവ ചർച്ചയായിട്ട് നിൽക്കുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് അരക്കൻ ആർമി. ഇത് മ്യാൻമർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. കാരണം മ്യാൻമറിനകത്ത് ആഭ്യന്തര യുദ്ധത്തിന് മൂലം ഉടലെടുത്ത ഒരു ഗ്രൂപ്പാണ്. അവിടുത്തെ ഈ പറയുന്ന രോഹിംഗ്യ മുസ്ലിങ്ങളുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ട് അവിടുത്തെ ബുദ്ധിസ്റ്റുകളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു മിലിറ്റന്റ് ഫോഴ്സ് ആണ്. ഇപ്പൊ ഇത് ഒരു വലിയ മിലിറ്റന്റ് ഫോഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ പല രാജ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടത്തക്ക രീതിയിലുള്ള കരുത്തുള്ള ഫോഴ്സാണ്. 87,000 അംഗബലം ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് വിദേശ ആയുധങ്ങൾ, ചൈന നിർമ്മിത ആയുധങ്ങളാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ അവരുടെ പരിശീലനം, അവർക്ക് വ്യക്തമായ പരിശീലനം ഇവിടെ നിന്ന് ലഭിച്ചതുപോലെയുള്ള അല്ലെങ്കിൽ അഭ്യാസങ്ങളും അല്ലെങ്കിൽ യുദ്ധമുറകളും ഒക്കെയാണ് അവരെന്ന് കാണുന്നത്. ഇതിനകത്ത് ആദ്യമേ ഇവരെ ഉണ്ടാക്കിയെടുത്തത് അമേരിക്കയാണ്, അല്ലെങ്കിൽ അമേരിക്കയാണ് ഇതിന്റെ പുറകിൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം അവരുടെ സൈനിക പരിശീലനം നൽകുന്നതിനകത്തും അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ്സിനകത്തും ഒക്കെ ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഇടപെടുന്നു എന്നൊക്കെ പല ആരോപണങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യ അതൊന്നും സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ഏതായാലും ഈ ബംഗ്ലാദേശിനകത്ത് ഉള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ അട്ടിമറിക്ക് ശേഷം ബംഗ്ലാദേശിന്റെ വളരെ കൂടുതൽ ഏരിയയിൽ അവർ കടന്നു കയറി. അതുപോലെ സെന്റ് മാർട്ടിൻസ് ദ്വീപ് അവരുടെ കസ്റ്റഡിയിലായി. ആ ദ്വീപിനകത്ത് വേണമെങ്കിൽ ഇന്ത്യക്ക് ആവശ്യമുണ്ടെങ്കിൽ തരാമെന്ന് അന്നത്തെ സമയത്ത് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതേപോലെ വൈക്കൻ സ്റ്റേറ്റ്, ഈ മ്യാൻമറിലെ ഈ പ്രധാനപ്പെട്ട ഇവർക്ക് സ്വാധീനമുള്ള കൂടുതൽ ഏരിയ ഇപ്പൊ സ്വതന്ത്രമായിട്ട് അവരുടെ കയ്യിലാണ്. അതിനുശേഷം അവര് ഒരു രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ വൈക്കൻ സ്റ്റേറ്റിനകത്ത് രണ്ട് പോർട്ടുകളുണ്ട്. ഒരു പോർട്ട് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയാണ്, ഒരു പോർട്ട് കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയാണ്. ഇന്ത്യയുടെ പോർട്ട് എന്ന് പറയുമ്പോൾ അത് സിറ്റ്വേ പോർട്ട് എന്ന് പറയും. മറ്റേ ക്യാബ്യു പോർട്ട് ആണ് ഈ ചൈനയുടെ അത് എക്കണോമിക്കൽ ഗ്രോത്തിന് വേണ്ടി അവരവിടെ ഡെവലപ്മെന്റ്സ്, ഈ മ്യാൻമറിന്റെ ബോർഡറുകളിലൊക്കെ ചൈനയുടെ പ്രാതിനിധ്യം വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അതിന് പല രീതിയിലും പല സംവിധാനങ്ങളും പല രാജ്യത്തിനകത്ത് കടന്നുകയറ്റത്തിനൊക്കെ മ്യാൻമർ ബോർഡറുകളൊക്കെ ചൈന ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറയുന്നത് പോലെ ഈ ഒരുപക്ഷെ അരക്കൻ ആർമിക്ക് ഇന്ത്യയോടുള്ള കമ്മിറ്റ്മെന്റ് ആയിരിക്കും. കാരണം ഈ റേഖൻ സ്റ്റേറ്റ് പിടിച്ചെടുക്കുമ്പോഴും നമ്മുടെ പോർട്ടിനകത്ത് വേണ്ട സുരക്ഷിതത്വം നമുക്ക് തന്നുകൊള്ളാം, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന സെന്റ് മാർട്ടിൻസ് ദ്വീപിനകത്ത് ഇന്ത്യക്ക് വേണമെങ്കിൽ ഇന്ത്യ കൈകാര്യം ചെയ്തോളൂ, ഞങ്ങൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഇന്ത്യക്ക് ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പുതിയ ഡെവലപ്മെന്റ്സ് അവിടെ ഉണ്ടായതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ അരക്കൻ ആർമിക്ക് വേണ്ട കൂടുതൽ ഫണ്ടും അല്ലെങ്കിൽ വേണ്ട സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി ചൈന ശ്രമിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തു എന്നുള്ള ഒരു ആരോപണം ഇപ്പം വരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇവരുടെ പോർട്ട്, ചൈനയുടെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ഈ നേവൽ ബേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയൊരു ആക്രമണം അരക്കൻ ആർമിയുമായിട്ട് ഈ പറയുന്ന മ്യാൻമർ പട്ടാളം നടത്തുകയും മ്യാൻമർ പട്ടാളത്തിന്റെ ആക്രമണത്തിനകത്ത് അരക്കൻ ആർമിയെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത്. ഈ പറയുന്ന ചൈനയുടെ പോർട്ട് ിനകത്ത് വളരെ കൂടുതൽ നഷ്ടമുണ്ടാകുകയും അല്ലെങ്കിൽ നേവൽ ബേസ് ഒക്കെ തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് ചൈനയ്ക്ക് വലിയൊരു നാശനഷ്ടം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ചൈനയ്ക്ക് ഈ പറയുന്നത് പോലെ പല രാജ്യങ്ങളിൽ ഈ വളഞ്ഞ വഴി ചൈന എപ്പോഴും ഉപയോഗിക്കാറുണ്ട്, പല രാജ്യങ്ങളിലും കടന്നു കയറുന്നതിന് വേണ്ടി. ഇപ്പം അതേ ആ രീതിയിലാണ് പാകിസ്ഥാനിൽ കടന്നു കയറി, പാകിസ്ഥാനകത്ത് കടന്നു കയറി ഈ പറയുന്ന ബലൂചിസ്ഥാൻ മേഖലയിലെ ഖനനവും മറ്റു സംവിധാനങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടി അവിടെ ഒരു വിമാനത്താവളവും അല്ലെങ്കിൽ പോർട്ടും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ധാരാളം കോടിക്കണക്കിന് രൂപയാണ് മുടക്കി. അന്ന് ബലൂചിസ്ഥാൻ മേഖലയിലെ നാളെ കാലത്ത് ഈ മേഖല ഞങ്ങൾ ഒരു ദുബായ് ആക്കും, അല്ലെങ്കിൽ ദുബായിക്ക് സമമാക്കും എന്നൊക്കെ പറഞ്ഞാണ് അവിടെ കടന്നത്. പക്ഷെ അവിടുത്തെ ബലൂചിസ്ഥാൻ വിമോചനവാദികൾ അവിടെ അല്ലെങ്കിൽ അവിടെ കടന്നു കയറുന്നതിനോട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, ചൈനയുടെ സാന്നിധ്യത്തോട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് തൊട്ടേ അവർ ചാവേർ പോലെ നിൽക്കുന്നത്, അവരുടെ സ്വാതന്ത്ര്യം എനിക്ക് മരിക്കാൻ വേണമെങ്കിൽ തയ്യാറായി നിൽക്കുന്ന ഒരു ചാവേർ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ കടന്നുകയറ്റം പാകിസ്ഥാനിൽ ഈ പറയുന്ന ബലൂചിസ്ഥാൻ മേഖലയിൽ തീരെയും അവർ അനുവദിക്കുന്ന ഒരു അവസ്ഥയില്ല. കാരണം ഏത് അവസരത്തിൽ കിട്ടിയാലും ബലൂചിസ്ഥാൻ മേഖലയിലും ചൈനയുടെ പട്ടാളത്തെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ആക്രമിച്ചു കൊല്ലുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ നിരവധി പേരെ ആക്രമിച്ചു കൊന്നതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സമയങ്ങളിൽ അവിടെ ഒരു എയർപോർട്ടിനകത്ത് ചൈനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടതും അല്ലെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്തതുമൊക്കെയാണ്. അപ്പം ഈ പറയുന്നത് പോലെ ഈ ചൈനയ്ക്ക് എല്ലായിടവും പ്രശ്നം. അപ്പൊ പാകിസ്ഥാനകത്ത് എക്കണോമിക്കൽ കോറിഡോർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അപ്പം അതിനകത്ത് POKയുടെ ഭാഗം, അതായത് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന, ഇന്ത്യ നമ്മുടെ ഭാഗമായിട്ടെന്ന് പറഞ്ഞപ്പം ചൈന സ്വാധീനം വരുത്തി വെച്ചിരിക്കുന്ന കാശ്മീർ ഉണ്ട്, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ. ആ മേഖലയിൽ കൂടെ ഒക്കെ ഒരു ബിസിനസ് കോറിഡോർ ഉദ്ദേശിച്ചിരുന്നത്. അത് ഇപ്പം ഏകദേശം ബിസിനസ് കോറിഡോർ ആ ഭാഗത്ത് അത് ബലൂചിസ്ഥാന്റെ കയ്യിലും അതുപോലെ തന്നെ മറ്റു ചില മേഖലകൾ അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ, അതായത്
പാകിസ്ഥാന്റെ ചില മേഖല അഫ്ഗാനിസ്ഥാന്റെ. അപ്പൊ ഈ മേഖലയിൽ കൂടിയൊക്കെയാണ് ഒരു പാകിസ്ഥാനിനുള്ളിൽ കൂടി ഒരു ബിസിനസ് കോറിഡോർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചൈന ശ്രമിച്ചത്. അതായത് പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങൾ ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവരുടെ വരുതിക്ക് കൊണ്ടുവന്നതിനും വേണ്ടി പണം മുടക്കുന്നത് അവസാനം ഇപ്പം ഏറ്റവും അവസാനം മ്യാൻമറിൽ കാണുന്നതും ഈ പറയുന്ന പാകിസ്ഥാനിൽ വളരെ കാലം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞ മുടക്കുന്ന പൈസ പോലും പോകുന്ന ഒരവസ്ഥ. അതായത് പാകിസ്ഥാൻ തീരുമാനിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കുന്നില്ല. അന്ന് ഈ കോറിഡോർ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യ അതിർത്തി പ്രകടിപ്പിച്ചാണ്, നിങ്ങൾ ഈ കോറിഡോർ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ ആണ്, അത് ഞങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്, അത് തർക്കം മാറി കഴിയുമ്പോൾ അല്ലെ കാശ്മീരിലെ വിഷയം തീരുന്നതോടുകൂടി പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരും ഇന്ത്യയുടെ ഭാഗമാവും, അത്തരത്തിൽ ആലോചിക്കരുതെന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ അതൊന്നും വകവയ്ക്കാതെ പാകിസ്ഥാന്റെ സപ്പോർട്ടോടുകൂടി അത്തരത്തിൽ കോറിഡോർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ശ്രമമായിട്ടായിരുന്നു ചൈന മുന്നോട്ട് പോയത്. ആ ശ്രമം എന്ന് ആരംഭിച്ചോ അന്ന് തൊട്ട് പാകിസ്ഥാനകത്ത് ആഭ്യന്തര വിഷയങ്ങളാണ്. അത് ആരുണ്ടാക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. അപ്പം അത് ഉണ്ടാക്കുന്നത് ഇന്ത്യ ആണെന്നാ പറയുന്നത്. പാകിസ്ഥാനകത്ത് ഇപ്പം ഒരു ഭാഗം അഫ്ഗാനിസ്ഥാന് വേണമെന്ന് പറയുന്നു, ഒരു ഭാഗം ഈ പറഞ്ഞ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകണമെന്ന് ബലൂചിസ്ഥാൻ ഭാഗമായിട്ട് നിൽക്കുന്നവർ പറയുന്നു. മറ്റു ചിലത്ത് ഈ പ്രതിപക്ഷ പാർട്ടികളൊപ്പം ഇമ്രാൻഖാന്റെ നേതൃത്വം, മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ വളരെ ആഭ്യന്തര യുദ്ധം നടക്കുന്നു. പിന്നെ ചില ഭാഗങ്ങളിൽ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അതിനകത്തുള്ള ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ വിഷയം ഏതാണ്ട് ഇപ്പം നമുക്ക് മനസ്സിലാവുമ്പോൾ തന്നെ ഈ ബലൂചിസ്ഥാൻ മേഖലയും ഈ പറഞ്ഞതുപോലെ സ്വതന്ത്രമാകുന്നതിനും അവരുടെ രാജ്യം രൂപീകരിക്കുന്നതിനും ഒക്കെ സാധ്യമാകുന്ന രീതിയിൽ ആ പ്രദേശം മൊത്തം അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതായത് ആ പ്രദേശത്തൊന്നും പട്ടാളത്തിനോ പോലീസിനോ ഇവിടെ പാകിസ്ഥാൻ സംവിധാനങ്ങൾക്കോ ഒന്നും കടന്നു കയറാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഈ അഫ്ഗാനിന്റെ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പുതിയ നിയമം തന്നെ പാകിസ്ഥാൻ എല്ലായിടത്തു നിന്നും കടന്നുകയറ്റക്കാരെ പുറത്താക്കുന്നതിന്റെ ഭാഗമായി അഫ്ഗാനിൽ നിന്ന് കടന്നു കയറി 8 ലക്ഷം പേര് ഇവിടെയുണ്ട്. അത് ഇത്ര ദിവസിക്ക് ഏതാണ്ട് എനിക്ക് ഒരാഴ്ച മാത്രമാണ് ഇപ്പൊ അന്ത്യശാസനം കൊടുത്ത് 8 ലക്ഷം പേര് വെളിയിൽ പോകണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അഫ്ഗാനിസ്ഥാൻ വെളിയിൽ നിന്ന് പട്ടാളം ആക്രമിച്ച് അല്ലെങ്കിൽ പോസ്റ്റുകൾ തകർക്കുന്ന വിവരങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ അല്ലാതെ അവരുടെ ആക്രമണം ബോർഡറുകളിൽ സംഭവിക്കുന്ന പോലെ അവർക്ക് താല്പര്യമുള്ള ചില പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ അവർ പിടിച്ചടക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ ഈ വെളിയിൽ നിന്ന് ഉള്ള ആക്രമണത്തെ ചെറുക്കുന്നതിനെക്കാട്ടി പാകിസ്ഥാൻ ഇപ്പം വിഷയമായിട്ട് നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ താല്പര്യമുള്ളവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവർ അകത്തും ആ താല്പര്യമുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ് പാകിസ്ഥാനിലുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിന്ന് തന്നെ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗം അഫ്ഗാന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലുണ്ട്. അപ്പൊ അതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അഫ്ഗാനിസ്ഥാൻ ഈ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരെ പുറത്താക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. ഏതായാലും ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന അരക്കൻ ആർമി ബംഗ്ലാദേശിന്റെ വളരെ കൂടുതൽ ഭാഗവും അല്ലെങ്കിൽ അവിടുത്തെ സെന്റ് മാർട്ടിൻസ് ദ്വീപും അല്ലെങ്കിൽ ഈ പറയുന്ന മ്യാൻമറിന്റെ വളരെ കൂടുതൽ ഭാഗം റേക്കൻ സ്റ്റേറ്റും ഉൾപ്പെടെ പിടിച്ചെടുത്ത് ഒരു രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ തടയാൻ അല്ലെങ്കിൽ അവർ ഈ അരക്കൻ ആർമിയുടെ കയ്യിൽ ഈ പറയുന്ന മ്യാൻമറിലെ പല ഭാഗങ്ങളും ഇരിക്കുന്നത് കൊണ്ട് ചൈനയ്ക്ക് പഴയതുപോലെ സുഗമമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് ബോർഡറിൽ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം അരക്കൻ ആർമിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിനായി മ്യാൻമറിലെ പട്ടാളത്തിനെ സഹായിക്കുകയും അവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക സഹായവും അല്ലെങ്കിൽ കായിക സഹായവും ഒക്കെ കൊടുത്ത് അവരെ ഇളക്കി വിട്ട് അരക്കൻ ആർമി ആക്രമിക്കുന്ന ഒരവസ്ഥ. വിപരീത ഫലമാണ് അവിടെ നിന്നുണ്ടായത്. അരക്കൻ ആർമി വീണ്ടും മ്യാൻമർ പട്ടാളത്തെ കീഴ്പ്പെടുത്തുകയും ആ പറയുന്ന ചൈനയുടെ പോർട്ടിനും അവിടുത്തെ നേവൽ ബേസിനും ഒക്കെ കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുകയും അല്ലെങ്കിൽ പോർട്ട് ഏതാണ്ട് വളരെ നല്ലതുപോലെ നാശമായിരിക്കുന്ന ഒരവസ്ഥ. മാർച്ച് 6-നാണിത്. അപ്പം രണ്ട് രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയുടെ സ്വാധീനമുണ്ടെന്നും അല്ലെങ്കിൽ അരക്കൻ ആർമിയും മ്യാൻമർ പട്ടാളവും കൂടെ യുദ്ധം ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പം അരക്കൻ ആർമി ചൈനയെ ആക്രമിച്ചു എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരും. അരക്കൻ ആർമി എന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കയുടെ താല്പര്യം കാണിക്കാത്തതും ചൈനയോട് എതിർത്ത് നിൽക്കുമ്പോഴും ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കാം, ഇന്ത്യ പറയുന്നത് പോലെ നിൽക്കാം, അല്ലെങ്കിൽ നാളെ കാലത്ത് ഒരു രാജ്യം ഞങ്ങൾക്കുണ്ടാവുന്നതിന് ഇന്ത്യ സഹായിക്കണമെന്നാണ് ആദ്യം ഇന്ത്യയോടാണ് അരക്കൻ ആർമി അഭ്യർത്ഥിച്ചത്. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിലെ ലോകത്ത് ഒരു ചർച്ചയാക്കണം, അല്ലെങ്കിൽ അത് പറയണം, ഞങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യം ഉണ്ടാവണം. ഏതായാലും അരക്കൻ ആർമി ഇന്ത്യയുടെ കൂടാണ്. ഈ ആക്രമണത്തിന് പിറകിലും ഇന്ത്യ ആണെന്ന് നാളെ പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് തോന്നുന്നത്.